ഇന്ന് ഞാൻ ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ എത്ര ഈസിയാണെന്നറിയോ. ഈ പത്തിരിക്ക് വാട്ടിക്കുഴച്ച ഒരു മാവ് അതിൽ നിന്ന് ഉരുളകൾ എടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് അതിലാണ് ഇങ്ങനെ ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള മാവ് മസാല റെഡിയാക്കണം കേട്ടോ. അപ്പം ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് എണ്ണയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ സമൂസക്കും അതുപോലെ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കണ ആ ഒരു തന്നെയാണ് കൂട്ടന്നെയാണ് ഈ ഒരു ഇതിക്കും. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ ഇട്ടാൽ കടിക്കുമ്പോൾ എരിയെന്ന് വിചാരിച്ച് ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഒരൽപ്പം മുളകും പൊടി ഗരം മസാലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്കുള്ള മസാലയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. കുരുമുളക് ഇടുക, അങ്ങനെ ചിക്കൻ മസാല അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒരൽപ്പം വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് അതിലൊന്ന് ഉള്ളിലൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇറച്ചി വേവിച്ചത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്. ഞാനിത് ബീഫാണ് ഇട്ടത്. ഇതിലേക്ക് ചിക്കന് വേണമെങ്കിൽ ഇട്ട് ഉണ്ടാക്കാം. ബീഫ് പറ്റാത്തവർക്കൊക്കെ ഇതേപോലെ അടിച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ആ ഉള്ളിയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അതിലേക്ക് ഒരൽപ്പം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓഫാക്കാം കേട്ടോ. നമ്മൾ തീ ഓഫാക്കിയിട്ട് മല്ലിച്ചപ്പ് ഇട്ടാലും മതി. മല്ലിച്ചപ്പ് കടിക്കണമാണ് രസം. നമുക്ക് അതിന് വേണ്ട മാവ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ പത്തിരി പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. വാട്ടണമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് എടുക്കണം. ഞാൻ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രസ്സിൽ അമർത്തിയിട്ടാണ് ഉണ്ടാക്കുക. നമുക്ക് ഒരു ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണമെങ്കിൽ 2 ബോൾസ് വേണം കേട്ടോ. ഒരു ബോൾസ് അമർത്തിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ അടുത്തത് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ പ്രസ്സിൽ അമർത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് അമർത്തി ഈ ഒരു വലുപ്പത്തിലാക്കി എടുക്കുക. നല്ല വലിയ പത്തിരി പോലെ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഒരു ബോൾസും കൂടി ഇതേമാതിരി പ്രസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ രണ്ടും ഒരേ വലുപ്പത്തിലാകാൻ നോക്കണം. 2 വലുപ്പമായാൽ നമുക്ക് അത് അത് അതിൻ്റെ ഇത് കറക്റ്റ് ആവില്ല. രണ്ടും ഒരേ വലുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കൂട്ട് ഇട്ട് കൊടുക്കുക. ഇത് കോഴിക്കോട്ടുകാരുടെ ഇഷ്ട വിഭവമാണ്. നോമ്പിനൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഇറച്ചിപ്പത്തിരി എന്നും അവർക്കുണ്ടാവും. ഇറച്ചിപ്പത്തിരി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്. പക്ഷേ ഇത് ഈസിയാണ്. നമ്മൾ പത്തിരിൻ്റെ ഒരു മാവന്നെ മതി. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ആ ഒരു ഇതിൽ മസാലയൊക്കെ ഇട്ടു. രണ്ടാമത്തെ പ്രസ് ചെയ്ത ആ ഒരു പത്തിരി ഇതേപോലെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അമർത്തിയിട്ട് ഇനി ഞാനത് ഇങ്ങനെ അതിൻ്റെ വക്കൊക്കെ ഒന്ന് ഇങ്ങനെ നൊറിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കണ ആ രീതിയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ എണ്ണയ്ക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ പൊട്ടിയിട്ട് ആ എണ്ണയിലൊക്കെ ആവും. ഇതൊന്ന് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ മടക്കി പോവുക. പിന്നെ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ മറിച്ച് മടക്കിയാൽ അതാ നല്ല പൂ പോലത്തെ ഒരു ആകൃതി കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കണം. ഞാൻ പൂവട ഉണ്ടാക്കുകയാണെങ്കിൽ ഇലയിലാണെങ്കിൽ പോലെ ഇങ്ങനെ നൊറിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ പൂവട ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പൂവ് കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഭാഗവും ഇതേപോലെ നൊറിഞ്ഞ് അപ്പോൾ എല്ലാം ഉള്ളിലായി നല്ല ഭംഗിയുള്ളൊരു ഇതായില്ലേ. അപ്പോൾ എല്ലാ ഇതും ഈ രീതിയിൽ ആക്കിയെടുക്കുക. ഞാൻ അടിയിൽ പൊടി ഇട്ടിരുന്നു ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ മുകളിൽ പൊടി. അപ്പോൾ എല്ലാ പത്തിരി ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരാൾ പൊരിക്കാനുണ്ടെങ്കിൽ സുഖമാണ്. അല്ലെങ്കിൽ കുറേ സമയം ഇങ്ങനെ വെക്കുമ്പം ഇത് കട്ടില്ലാത്തതല്ലേ, അപ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി വെച്ച ഉടനെ തന്നെ ചട്ടിയിലിട്ട് പൊരിച്ചണം. അത് പൊട്ടിയാൽ പിന്നെ എണ്ണയിലാകെ നമ്മൾ മസാലയൊക്കെ ആയിട്ട് ഇതാവും. അപ്പോൾ
അതാ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയ്ക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ച് ഇടണം. ഞാൻ ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൈമക്ക് തിളച്ച എണ്ണ തെറിച്ച് എൻ്റെ കൈ പൊള്ളി. അതിന് പെട്ടെന്ന് ഞാനൊരു മരുന്ന് തേച്ച് അതുകൊണ്ട് പെട്ടെന്ന് മാറി. ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയ്ക്ക് ഇടുമ്പോൾ ഈ കോരിയിൽ ആ ഒരു ഇറച്ചിപ്പത്തിരി വെച്ചിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് സുഖം. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ശ്രദ്ധിച്ച് കോരി അതൊന്ന് നന്നായിട്ട് പൊള്ളച്ച് ഒന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതാ 2 ഭാഗം പൊള്ളയായി വന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. 2 ഭാഗം നന്നായിട്ട് പൊള്ളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കറുമുറേനെയാണ്. അപ്പോൾ എല്ലാ ഇറച്ചിപ്പത്തിരി ഇവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ എണ്ണയ്ക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. എൻ്റെ കൈ നന്നായിട്ട് പൊള്ളീനി. അപ്പോൾ അത് ഒരു പാട് പോലും ഇല്ലാതെ ഞാൻ മരുന്ന് തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പൊരിച്ച് കോരുമ്പോഴൊക്കെ എണ്ണയ്ക്ക് ഇടുമ്പോഴൊക്കെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.